വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രമൺപിള്ള താഴേക്ക് വന്ന് സത്യഭാമയോടും രാഘവൻ നായരോടും ഒക്കെ പറയുകയാണ് പ്രീതി കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നു എന്ന്. അന്നേരം അത് കേട്ടങ്ങ് ആകെ സന്തോഷിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഭാമ മുകളിലേക്ക് പോവുകയാണ്. അന്നേരം സുസ്മിത അങ്ങ് ആകെ വല്ലാതെ വിഷമിക്കുകയാണ്. ആ പിശാചിനി എണീറ്റ് വരുമോ എന്നും പറഞ്ഞ് സത്യഭാമയുടെ പിറകെ സുസ്മിതയും പോകുന്നുണ്ട്. തുടർന്ന് എന്താ മോനേന്നും പറഞ്ഞ് ഭാമ ചെല്ലുമ്പോൾ അർജുൻ പറയുകയാണ് പ്രീതി കരഞ്ഞു സത്യാമ്മയെന്ന്. അന്നേരം പ്രീതിയുടെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടി ഭാമ ഇരിക്കുകയാണ്. എന്നിട്ട് ഭാമ അങ്ങ് സങ്കടത്തോടെ പറയുന്നുണ്ട് മോളുടെ ഈ കണ്ണ് നിറയരുത് എന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം. പക്ഷേ ഈ കണ്ണ് ഇപ്പോൾ നിറയുന്നത് കണ്ട് അമ്മയ്ക്ക് സന്തോഷിക്കേണ്ട ഗതി വന്നല്ലോ. മോളെ കൊണ്ട് സാധിക്കും ഇതിൽ നിന്നും എണീറ്റ് വരാനായിട്ട്. എല്ലാം തരണം ചെയ്ത് ഈ അർജുൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കണ്ണുനീര് മോള് കാണുന്നില്ലേ, എണീറ്റ് വാന്നും പറഞ്ഞ് പ്രീതിയുടെ കൈ പിടിച്ചങ്ങ് ഭാമ അവിടെ കരയുകയാണ്. അന്നേരം അർജുനും രമണൻ പിള്ളയ്ക്കും ഒക്കെ അത് കണ്ടിട്ട് സങ്കടം വരികയാണ്. പക്ഷേ സുസ്മിതയാണെങ്കിൽ വല്ലാതെ ടെൻഷൻ ആവുകയാണ്. അതേസമയം ഇതെല്ലാം കിടക്കുന്ന പ്രീതി കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സുസ്മിതയാണെങ്കിൽ എന്തൊക്കെയോ അങ്ങ് ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതേസമയം അമ്പലനടയിൽ കുഞ്ഞിനെയും കൊണ്ട് ശാലിനി ഇരിക്കുന്നു. അടുത്ത തറയിൽ വിഷ്ണു അങ്ങനെ ചാരി കിടക്കുന്നുണ്ട്. ആ സീനും കാണിക്കുന്നുണ്ട്. തുടർന്ന് അർജുനാണെങ്കിൽ അബ്ദുൽ ഖാദർ ഡോക്ടറിനോട് ഫോണിൽ സംസാരിക്കുകയാണ്. അത് ഡോക്ടറോടാണ് സംസാരിക്കുന്നത് എന്ന് രാഘവൻ നായരുടെ സംസാരത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. സത്യഭാമയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുമ്പോൾ രാഘവൻ നായർ പറയുന്നുണ്ട് ഭാമയെ അർജുൻ ഡോക്ടറോട് സംസാരിക്കട്ടെ, എന്താണ് പറയുന്നതെന്ന് അറിയാമല്ലോ എന്ന്. അതേസമയം ഇതൊക്കെ സുസ്മിത മോളിൽ നിന്ന് കേൾക്കുകയാണ്. അന്നേരം ആ ഡോക്ടറിനെ വീണ്ടും കെട്ടിയെടുക്കുമോ, അയാളുടെ കയ്യിൽ നിന്ന് നല്ല ഒരെണ്ണം കിട്ടിയത് പല്ല് ഇളകിയതിൻ്റെ വേദന ഇതുവരെ പോയിട്ടില്ല എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ കവിളിൽ കൈവയ്ക്കുന്നുണ്ട്. തുടർന്ന് അർജുൻ ഫോൺ വയ്ക്കുമ്പോൾ സുസ്മിതയും താഴേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ പ്രീതി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ സൂചനയാണ് ഈ കാണിച്ചത്, നാഡീഞരമ്പുകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ അർജുൻ അവിടെ രാഘവൻ നായരോടും ഭാമയോടും ഒക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങ് ടെൻഷൻ ആവുകയാണ്. പ്രീതി ഇനി ഉണർന്നു വരുമോ, ഇല്ല എൻ്റെ സത്യങ്ങളെല്ലാം വെളിച്ചത്താകുമോ എന്നുള്ളതൊക്കെ ഓർത്ത് സുസ്മിത ടെൻഷനിൽ നിൽക്കുകയാണ്. എന്നിട്ട് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രീതിയെ നമുക്ക് തിരികെ കിട്ടും അല്ലേ മോനെ എന്നിങ്ങനെ അർജുനോട് ചോദിക്കുമ്പോൾ സുസ്മിത ഇങ്ങനെ രൂക്ഷമായിട്ട് ദേഷ്യത്തോടെ നോക്കിയിട്ട് അതെ കിട്ടും അച്ഛാന്നിങ്ങനെ അർജുൻ ഉറപ്പിച്ചു പറയുകയാണ്. അന്നേരം സുസ്മിത ഒരു നിമിഷം പേടിക്കുകയാണ്. അതിന് ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്നും പറഞ്ഞ് സുസ്മിത പെട്ടെന്ന് അങ്ങ് മുഖം മാറ്റുന്നുണ്ട്. തുടർന്ന് അർജുൻ വീണ്ടും പറയുകയാണ് ഡോക്ടർ വേറൊരു കാര്യം കൂടി ചോദിച്ചു, പ്രീതിയുടെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചോ എന്ന്. അന്നേരം സത്യഭാമയുടെ മുഖം അങ്ങ് വല്ലാതാവുകയാണ്. അന്നേരം സുസ്മിത ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ശാലിനിയെയും ആ ചീവീടിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് നടക്കുന്നതെന്നും പറഞ്ഞ് സുസ്മിത ചിന്തിച്ചു നിൽക്കുകയാണ്. തുടർന്ന് ഡോക്ടറിനെ എന്നാ വരുന്നതെന്ന് ഭാമ തിരക്കുകയാണ്. അന്നേരം ഉടനെ വരുന്നുണ്ട്, പ്രീതിയുടെ നാവിൽ നിന്നും എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് എന്നിങ്ങനെ വീണ്ടും സുസ്മിതയെ നോക്കി ഇങ്ങനെ പല്ലൊക്കെ കടിച്ചു പിടിച്ച് അർജുൻ പറയുകയാണ്. അത് രാഘവൻ നായർ ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷെ അർജുൻ പറഞ്ഞതിൻ്റെ ആ പൊരുള് സത്യഭാമയ്ക്ക് മാത്രം മനസ്സിലാകുന്നില്ല. അന്നേരം അർജുൻ പറഞ്ഞതിന് മറുപടി എന്നോണം സുസ്മിത മനസ്സിൽ ചിന്തിക്കുകയാണ് അതിനു മുമ്പേ അവളുടെ ആ നാവ് ഞാനങ്ങ് പിഴുത് കളയുമെന്ന്. എന്നിട്ട് മനഃപൂർവ്വമുള്ള ഒരു ചിരി അങ്ങ് സുസ്മിത വരുത്തുന്നുണ്ട്. ഇതേസമയം അമ്പലനടയിൽ വിഷ്ണുവും ശാലിനിയും കൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ആ സെക്യൂരിറ്റി തിരികെ അയാളുടെ സീറ്റിലേക്ക് വന്ന ശേഷം FM റേഡിയോയിൽ പാട്ടിടുകയാണ്. അന്നേരം ആ ശോകഗാനം കേൾക്കുമ്പോൾ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും മനസ്സിലൂടെ ആ പഞ്ചകൈലാസത്തിൽ നിന്ന് വന്നതിന് ശേഷം പ്രീതിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായതും ഹോസ്പിറ്റലിലായതും പിന്നീട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായതും കുഞ്ഞിനെ ദത്ത് നൽകിയതും ശാരദാമ്മ സ്വർണ്ണ മോഷണത്തിൽ പെട്ടതും അങ്ങനെ ഒരു വീട് വിട്ടിറങ്ങിയതും ഒക്കെയുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ശാലിനിയുടെ മനസ്സിലൂടെ ഓടിമറയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ശാരദാമ്മയുടെ വീടാണ്. അവിടെ അർജുൻ ഫോൺ വിളിച്ച് കുറുപ്പ് സാറൊക്കെ എത്തിയിട്ടുണ്ട്. കുറുപ്പ് സാറിനോട് കാര്യങ്ങൾ പറയുകയാണ് കോടതിയുടെ. അന്നേരം എന്തായിന്ന് ഫോൺ വെച്ച ശേഷം ശാരികയും ശ്യാമയും ഒക്കെ ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് ആൾജാമ്യം ഒക്കെ കിട്ടി, അത് പ്രശ്നമില്ല. പക്ഷേ ഗോപാലകൃഷ്ണന്റെ കാര്യമാണ് നേരെ തിരിച്ചാണ്. 2 ആൾജാമ്യവും 2 ലക്ഷം രൂപയും പൈസയും കൂടി കെട്ടിവെച്ചാലേ ഗോപാലകൃഷ്ണനെ വിടൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരിക അങ്ങ് ആകെ വിഷമിക്കുന്നുണ്ട്. പക്ഷേ അന്നേരം ശ്യാമ പറയുകയാണ് അമ്മയ്ക്ക് തൽക്കാലം വരാമല്ലോ, അമ്മയുടെ കാര്യം നോക്കാമെന്ന്. അന്നേരം അമ്മയാണെങ്കിൽ വരില്ല, ഗോപാലകൃഷ്ണൻ ഇല്ലാതെ അമ്മ ഇറങ്ങില്ല എന്നാണ് പറയുന്നതെന്ന് കുറുപ്പ് സാർ പറയുന്നുണ്ട്. അന്നേരം അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാണ്, അച്ഛനെ കൊണ്ട് ഈ വീട്ടിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായെന്നും പറഞ്ഞ് ശ്യാമ അങ്ങ് ചൂടാവുകയാണ്. അന്നേരം ശാരിക ശ്യാമയെ അടിക്കാനൊക്കെ കൈയോങ്ങുന്നുണ്ട്. ജനിപ്പിച്ച അച്ഛനാണ്, പൈസയുടെ കണക്കൊന്നും പറയല്ല, നീ ഒരു പ്രശ്നത്തിൽ പെട്ടപ്പോൾ മയക്കുമരുന്ന് കേസിൽ പെട്ടപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി എത്ര രൂപയാണ് എത്ര ലക്ഷങ്ങളാണ് അച്ഛൻ എണ്ണി കൊടുത്തതെന്ന് അറിയാമോ, അതിൻ്റെ കണക്കൊന്നും ഇതുവരെ വെച്ച്
വെച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്യാമയ്ക്ക് ചെറുതായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. തുടർന്ന് ശ്യാമ എങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ കുറുപ്പ് സാറും പറയുന്നുണ്ട്, ശാരദാമ്മ പുറത്തില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്ത് സഹനമാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഈ അച്ഛൻ തന്നെയല്ലേ ഞങ്ങൾ 3 പെൺമക്കളെയും കൂട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശാരിക ഒരുപാട് ശ്യാമയെ വഴക്ക് പറയുന്നുണ്ട്. തുടർന്ന് ശ്യാമ ചോദിക്കുകയാണെങ്കിൽ പിന്നെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് ഈ 2 ലക്ഷം രൂപയെന്ന്. അന്നേരം കുറുപ്പ് സാറ് എവിടെ നിന്ന് കിട്ടും, കുട്ടിക്ക് വല്ല അഭിപ്രായമുണ്ടോ എന്ന് ശാരികയോട് തിരക്കുമ്പോൾ രാജീവ് സാറ് വിചാരിച്ചാൽ 2 ലക്ഷം രൂപയൊക്കെ മറിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ വിജയമ്മ വീടൊഴിയണം എന്ന് പറഞ്ഞ് 18 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ എല്ലായിടത്തുനിന്നും കടം വാങ്ങിച്ചും എല്ലാം കൂടിയാണ് അവർക്ക് കൊടുത്തത്. ഇനി ഇപ്പോൾ ശമ്പളം കിട്ടിയാലും കടക്കാർക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെയിലാണെങ്കിൽ കാണില്ല, കുഞ്ഞിനെയും ശാലിനെയും നോക്കാനാണെങ്കിൽ അവനും കഷ്ടപ്പെടുകയാണെന്ന് കുറുപ്പ് സാർ പറഞ്ഞിട്ട് അർജുനോട് ചോദിച്ചാലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരിക പറയുന്നുണ്ട്, അത് വേണ്ട, അർജുനേട്ടനെ ഇപ്പം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയാണ്, വക്കീൽ ഫീസ് പോലും കൊടുത്തിട്ടില്ല, അത് വേണ്ടാന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട്. തുടർന്ന് കുറുപ്പ് സാറ് തൻ്റെ അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന പെൻഷൻ ഞങ്ങളുടെ മരുന്നിന് പോലും തികയില്ല എന്ന് പറയുമ്പോൾ അയ്യോ ഇതിനൊന്നും സാറിനെ ഞങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് ശാരിക പറയുന്നുണ്ട്. തുടർന്ന് കുറുപ്പ് സാർ ചോദിക്കുകയാണ്, ഈ വീടിൻ്റെയും ഹോട്ടലിൻ്റെയും ആധാരം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലേ എന്ന്. അന്നേരം ഉണ്ട്, പക്ഷെ അച്ഛൻ്റെ പേരിലാണ്, അമ്മ നോമിനിയാണെന്നേ ഉള്ളൂ എന്ന്. അന്നേരം കുറുപ്പ് സാർ ചോദിക്കുന്നുണ്ട്, ഇതിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് പറഞ്ഞ് രാജേശ്വരി എഴുതി ഒപ്പിട്ട് തന്ന മുദ്രപത്രങ്ങളും ഇല്ലേ എന്ന്. അന്നേരം ആ രാജേശ്വരിയും അന്ന് ബാലചന്ദ്രനും കൂടി അബദ്ധം പറ്റിയതും പ്രമാണം മാറിപ്പോയതും ശ്രീരഞ്ജിനി വന്ന് ഇടപെട്ടതും ആ സംഭവങ്ങളൊക്കെ ശാരിക ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ട് സാറിന് സന്തോഷത്തോടെ പറയുകയാണ്, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ശാരിക വെപ്രാളപ്പെട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കുറുപ്പ് സാർ പറയുന്നുണ്ട്, വേണ്ട, ആ പ്രമാണം ഇപ്പം നമ്മൾ കൊണ്ടുപോയാൽ ഒരു ബാങ്കിലും പണയം വെക്കാനായിട്ട് സാധിക്കില്ല. കാരണം യഥാർത്ഥ അവകാശികളോ നോമിനിയോ ഒക്കെ ഹാജരാക്കാൻ പറയും, അവരൊക്കെ ലോക്കപ്പിലാണെന്ന് പറഞ്ഞാൽ അത് പറയാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന്. അന്നേരം ശാരികയ്ക്ക് അങ്ങ് വിഷമമാവുകയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും സാറെന്ന് ഇങ്ങനെ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും പണമിടപാടുകാരുണ്ടെങ്കിൽ അവരുടെ കൊണ്ട് കൊടുത്താൽ പൈസ തരും എന്നിങ്ങനെ ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ സത്യഭാമയുടെ പേരാണല്ലോ അവർക്ക് ആകെ അറിയാവുന്നത്. അന്നേരം അത് മനസ്സിലാക്കുന്ന ശ്യാമയാണെങ്കിൽ ആകെ അങ്ങ് ചൂടാവുകയാണ്. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യനെ ഇറക്കാൻ വേണ്ടി എൻ്റെ അമ്മയെ സ്റ്റേഷനിൽ കയറ്റിയ, മനഃപൂർവ്വം കള്ളക്കേസ് ഉണ്ടാക്കി സ്റ്റേഷനിൽ കയറ്റിയ ആ സത്യഭാമയുടെ കാൽ ചുവട്ടിൽ ഈ വീടിൻ്റെ ആധാരം കൊണ്ടുവച്ചിട്ട് യാചിക്കാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നങ്ങ് അതിനേക്കാൾ ഭേദം അങ്ങ് മരിക്കുന്നതല്ലേ നല്ലത് എന്നും പറഞ്ഞ് ശ്യാമയങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. അന്നേരം ഒരക്ഷരവും ശാരികയും പിന്നെ കുറുപ്പ് സാറോ മിണ്ടുന്നില്ല. ഈ ഭൂമിയിൽ എനിക്കും കൂടി അവകാശം ഉണ്ട്, അച്ഛൻ്റെ പേരിലുള്ളതൊക്കെ ആയിരിക്കാം, പക്ഷെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയത് അച്ഛൻ കൈ നീട്ടി വാങ്ങിയതാണ്, ഞാനിതിനെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെയും കരഞ്ഞുകൊണ്ടും സങ്കടപ്പെട്ടുമൊക്കെ ശ്യാമയങ്ങ് അകത്തേക്ക് കയറി ഓടുകയാണ്. തുടർന്ന് ശാരിക പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ശ്യാമയുടെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും എന്ന്. അന്നേരം ഒരു നിമിഷം ആലോചിക്കുന്ന കുറുപ്പ് സാർ പറയുന്നുണ്ട്, ഈ ആധാരം പണയമായിട്ട് വാങ്ങി ഈ നാട്ടിലിപ്പോൾ പണം തരാനായിട്ട് സത്യഭാമ അല്ലെങ്കിൽ പിന്നെ വേറൊരാളേ ഉള്ളൂ, ബാലചന്ദ്രൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് തയ്യാറുണ്ടോ എന്നിങ്ങനെ ശാരികയോട് ചോദിക്കുകയാണ്. അന്നേരം ശാരിക ഒരു നിമിഷം ബാലചന്ദ്രനെ കുറിച്ച് മോശമായ പ്രവൃത്തികളൊക്കെ ആലോചിക്കുന്നുണ്ട്. തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വന്നതും കൈ കയറി പിടിച്ചതും ഹോട്ടലിൽ വെച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് ശാരിക അങ്ങ് ആലോചിച്ച് നിൽക്കുകയാണ്. കുറുപ്പ് സാറിന് മറുപടി നൽകുന്നില്ല. ആ സീൻ അവിടെ വെച്ച് തരികയാണ്. തുടർന്ന് കാണിക്കുന്നത് കമലന്റെ അമ്മയുടെ കസ്റ്റഡിയിൽ ഒരു വീടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് രാവിലെ വന്ന് കമലന്റെ അമ്മ ഇന്ദുമതി മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇടുകയാണ്. ഈ സമയത്ത് കമൽ ഓട്ടോയിൽ വിഷ്ണുവിനെയും ശാലിനിയെയും കൊണ്ടുവരുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ നിന്ന് വിഷ്ണു ഇറങ്ങുമ്പോൾ ഇടാ നിന്റെ കയ്യിൽ കാശ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല. അന്നേരം അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ എൻ്റെ ഉണ്ട് ആശാനെ, ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് ഓട്ടോ കാശൊക്കെ കമലം കൊടുക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും ശാലിനിയും കൂടി ആ വീടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. വളരെ സുന്ദരമായ ഒരു കൊച്ചു വീട്, കാണാനൊക്കെ നല്ല രസമുണ്ട്. അതിൻ്റെ മനോഹാരിതയൊക്കെ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഡോക്ടർ അബ്ദുൽ ഖാദർ എത്തുമ്പോൾ കുഞ്ഞെവിടെയെന്ന് സത്യഭാമയോട് ചോദിക്കുകയും ചെയ്യും. ശാലിനിയും കൊണ്ട് തിരികെ വരാനായിട്ട് സത്യഭാമ നിർബന്ധിതയാവുകയും ചെയ്യും. പിന്നെ സുസ്മിതയുടെ അടുത്ത നീക്കങ്ങളൊക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്